നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. മണ്ടംപറമ്പ് പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5 ഫാമുകളിലെ 300-ൽ-അധികം പന്നികളെയാണ് കൊന്നൊടുക്കുന്നത്. എപ്പിഡമിക് പ്രോട്ടോകോൾ പ്രകാരം RRT പ്രവർത്തകരാണ് പന്നികളെ വധിക്കുന്നത്. ഇതിനുശേഷം ഫാമുകളിൽ തന്നെ സംസ്കരിക്കും. ഇന്ന് തന്നെ നടപടി പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കള്ളിംഗ് ഓപ്പറേഷൻ ഇന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമ്മുടെ രവിയുടെ ഫാമാണ് നമ്മൾ തുടക്കത്തിൽ. ഇവിടെ നിന്നാണ് നമുക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഈ 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു 4 ഫാമുകളും ഉണ്ട്. 4 ഫാമിലൂടെ ഏകദേശം 300 മുതൽ 400 വരെ കാണാവുന്നതാണ്, ആനിമൽസ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മൊത്തം ആനിമൽസിനെയും കള്ള് ചെയ്ത് മറവ് ചെയ്ത് അത് സാനിറ്റേഷൻ ചെയ്തിട്ടാണ്. ചൊവ്വാഴ്ചയാണ് മണ്ടംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രത്യേകം യോഗം ചേർന്ന് നടപടികൾക്ക് തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം 1500-ലധികം പന്നികളെ ദയാവധത്തിന് ഇരയാക്കിയിരുന്നു. കുന്നംകുളം അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സുബിൻ കോലാടി, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അനീഷ് രാജ്, ഡോക്ടർ മനോജ് തെറ്റയിൽ, ഡോക്ടർ അനൂപ് ജിയോ ജോസ്, ഡോക്ടർ സാം എബ്രഹാം എന്നിവർ കള്ളിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരത്ത് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ മധ്യവയസ്കൻ മുങ്ങിമരിച്ചു. ചാവക്കാട് ഇരിങ്ങപ്പുറം സ്വദേശി രാമനത്ത് വീട്ടിൽ 51 വയസ്സുള്ള ജലീലാണ് മരിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായ് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള ബന്ധുവീട്ടിൽ ഇന്നലെ എത്തിയതായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. പതിയാരം പുത്തൻകുളത്തിൽ കുളിക്കുവാൻ ഇറങ്ങിയതായിരുന്നു. മറുകരയിലേക്ക് നീന്തുന്നതിനിടയിൽ ശരീരം കുഴഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരുമനയൂരിൽ ലഹരി ഉപയോഗം പോലീസിൽ വിവരം അറിയിച്ചതിനുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുത്തമാവ് സ്വദേശികളായ തേറുവീട്ടിൽ ശ്രീരാഗ്, അടിയാര വീട്ടിൽ പ്രജിത്ത് എന്നിവരെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ബസ് കണ്ടക്ടറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന PVT ബസ്സിലെ കണ്ടക്ടർ തിച്ചൂർ സ്വദേശി 40 വയസ്സുള്ള അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബർ 14-നാണ് സംഭവമുണ്ടായത്. മങ്ങാട് നിന്നും വടക്കാഞ്ചേരിയിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടക്ടർ യുവതിയോട് മോശമായി പെരുമാറിയെന്നും ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് പരാതി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചി മറൈൻ ഡ്രൈവിൽ പുല്ലാങ്കുഴലിൽ പാട്ടുപാടി നടന്ന് പിന്നീട് വലിയ ചാനൽ ഷോകളിലേക്കും കൊച്ചിയിലെ ആർഭാട ഹോട്ടലായ ലേ മെറിഡിയന്റെ വേദിയിലേക്കും സംഗീതവുമായി നടന്നു കയറിയ പ്രകാശ് പോന്നൂർ എന്ന പുല്ലാങ്കുഴൽ വാദകനായ ഗായകൻ ആദ്യമായി പാടുന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടന്നു. മുഴുവൻ സമയവും സംഗീതവുമായി ജീവിക്കാൻ തീരുമാനിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ബിസിനസ്സുകൾ മറ്റു പലരെയും ഏൽപ്പിച്ച് പെട്ടെന്നൊരു ദിവസം തന്റെ പ്രിയപ്പെട്ട സംഗീത ഉപകരണമായ പുല്ലാങ്കുഴലുകളുമായി പ്രകാശൻ കൊച്ചിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. കൈപ്പറമ്പ് പോന്നൂർ സ്വദേശിയായ പ്രകാശൻ എന്ന കലാകാരൻ കൊച്ചി മറൈൻ ഡ്രൈവിൽ ദിവസവും തന്റെ പാട്ടുകളുമായി ആസ്വാദകരെ ആകർഷിച്ചു വരുന്നതിനിടെ സോഷ്യൽ മീഡിയകളും പിന്നീട് ചാനൽ ഷോകളും ഈ കലാകാരനെ ഏറ്റെടുക്കുകയായിരുന്നു. പ്രകാശനിലെ കലാപ്രതിഭ തിരിച്ചറിഞ്ഞ ഷെഫ് സുരേഷ് പിള്ള വഴി ലേ മെറിഡിയൻ എന്ന ആർഭാട റെസ്റ്റോറന്റുകളിലെ സ്ഥിരം പാട്ടുകാരനായും അദ്ദേഹം മാറുകയായിരുന്നു. സുനിൽ ചൂണ്ടൽ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതമൊരുക്കി ഈ ശബരിമല സീസണിൽ പുറത്തിറക്കുന്ന ആൽബമാണ് പ്രകാശന്റെ ശബ്ദത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രകാശൻ തന്നെയാണ് ആൽബത്തിൽ അഭിനേതാവായി പ്രത്യക്ഷപ്പെടുന്നതും. പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരനും പ്രകാശന്റെ ഗുരുനാഥനുമായ ചിത്രാംബരി ശിവദാസൻ മാസ്റ്ററാണ് ആൽബത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത്. കൃഷ്ണദാസ് ചിത്രാംബരി, ലത ഗുരുവായൂർ, കണ്ണൻ തുരുത്ത്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ, ബിനേഷ് ചൊവ്വന്നൂർ, മിഥുൻ പ്രണവം തുടങ്ങിയ കലാകാരന്മാരും ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. പുന്ന സബ്സ്റ്റേഷൻ സമീപം KCB ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ 2 മയിലുകൾ ചത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. ട്രാൻസ്ഫോമറിലേക്ക് പറന്ന മയിൽ ഉടൻ തന്നെ ഷോക്കേറ്റ് കമ്പിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു.
ഒരെണ്ണം താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ KSEBയെ വിവരം അറിയിച്ച് വൈദ്യുതി ഓഫ് ചെയ്തു. ജീവനുണ്ടായിരുന്ന മയിലുകളെ രക്ഷിക്കുവാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും വിഫലമായി. തുടർന്ന് KSEB ജീവനക്കാർ, സിവിൽ ഡിഫൻസ് സംഘം പ്രബീഷ് ഗുരുവായൂർ എന്നിവർ സ്ഥലത്തെത്തി മയിലിനെ താഴെയിറക്കി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വാർഡിലെ വോട്ടർമാർക്ക് നന്ദി സൂചകമായി പച്ചക്കറി തൈകൾ നൽകി നിയുക്ത മെമ്പർ CV ധനേഷ്. ഒരുമനൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറാണ് ധനേഷ്. നിയുക്ത ബ്ലോക്ക് മെമ്പർ KJ ചാക്കോ, UDF വാർഡ് നേതാക്കളായ ശ്യാം സുന്ദർ, ജോബി ആളൂർ, അശ്വിൻ ചാക്കോ, വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. ചരമം. കാട്ടകമ്പൽ സ്രായിൽ പൂഴിക്കുന്നത്ത് പരേതനായ അപ്പുകുട്ടന്റെ മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് നടക്കും. വനജയാണ് ഭാര്യ. നിഖിൽ, നിതിൻ, നിമിയ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു.